നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ശക്തിയാർന്ന ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ മുന്നിൽ കാണുന്ന 3 മനോഹരമായ പുഷ്പങ്ങളിലൊന്ന് മനസ്സിൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുഷ്പം അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ വാതിൽ എപ്പോൾ തുറക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആത്മീയ സന്ദേശമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മനസ്സ് ശാന്തമാക്കുക. കുറച്ച് നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് മനസ്സിൽ ഓർക്കുക. അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, വിവാഹകാര്യമായിരിക്കാം, സന്താന ഭാഗ്യമായിരിക്കാം, സാമ്പത്തിക പുരോഗതി ആയിരിക്കാം, ആരോഗ്യം, കുടുംബ സമാധാനം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ സ്വപ്നമായിരിക്കാം. ആ ഒരു ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ലത് എന്താണോ അത് എനിക്ക് ലഭിക്കാൻ അനുഗ്രഹിക്കണമേ. ഇനി കണ്ണുകൾ പതിയെ തുറക്കുക. നിങ്ങളുടെ മുന്നിലുള്ള 3 പുഷ്പങ്ങളെ ശ്രദ്ധയോടെ നോക്കുക. ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പുഷ്പം ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പലതവണ ആലോചിക്കാതെ ആദ്യമായി മനസ്സിൽ തോന്നുന്ന തിരഞ്ഞെടുപ്പാണ് ഏറ്റവും നല്ലത്. 1, 2, 3. നിങ്ങൾ പുഷ്പം തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുത്ത പുഷ്പം മാറ്റരുത്. കാരണം ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ മനസ്സിന്റെ ആന്തരിക ഊർജത്തെയും വിശ്വാസത്തെയും പ്രതിഫലിപ്പിക്കുന്നത്. അതാണ് ആത്മീയ വിശ്വാസം. വീഡിയോ തുടരുന്നതിന് മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥന. നമ്മുടെ ഈ തൊടുകുറി വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുകയാണെങ്കിൽ അവർക്കും ഈ ആത്മീയ സന്ദേശം ലഭിക്കാൻ അവസരമാകും. അപ്പോൾ തയ്യാറല്ലേ? ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത പുഷ്പത്തിന്റെ ഫലത്തിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ പുഷ്പമായിട്ടുള്ള ചെമ്പരത്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ പുഷ്പം തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സ് പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഒരു ആത്മീയ സൂചനയുണ്ടെന്നതാണ് വിശ്വാസം. ഏറെ നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ പതിയെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ആരംഭിക്കുന്ന സമയത്തേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും നേരിട്ടിട്ടുണ്ടാകാം. പല ശ്രമങ്ങളും നടത്തിയിട്ടും ഫലം ലഭിക്കാതെ നിരാശപ്പെട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു ചോദ്യം പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. എന്നാൽ ആ സമയങ്ങൾ പതിയെ അവസാനത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന ആത്മീയ സന്ദേശം. പ്രത്യേകിച്ച് അടുത്ത ഏതാനും ആഴ്ചകളിലും മാസങ്ങളിലുമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചില നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ജോലി സംബന്ധമായിട്ടുള്ള വാർത്തയാകാം, സാമ്പത്തിക നേട്ടമാകാം, കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു സംഭവമാകാം, അല്ലെങ്കിൽ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിന്റെ തുടക്കമാകാം. ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്നത് പലപ്പോഴും വലിയ അത്ഭുതങ്ങളിലൂടെയല്ല, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ നല്ല മാറ്റങ്ങളെയും വിലമതിക്കുക. ഈ പുഷ്പം തിരഞ്ഞെടുക്കുന്നവരിൽ പലർക്കും ദൈവവിശ്വാസം ശക്തമാണ്. എത്ര കഷ്ടത വന്നാലും ഭഗവാനെ വിട്ടുപോകാത്ത മനസ്സാണ് നിങ്ങൾക്കുള്ളത്. ആ വിശ്വാസം തന്നെയാണ് ഇനി നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഭയം കാരണം അത് നഷ്ടപ്പെടുത്തരുത്. പുതിയ ജോലി, പുതിയ ബിസിനസ്, പുതിയ പഠനം, പുതിയ ബന്ധം, എന്തായാലും നല്ല അവസരമാണെന്ന് മനസ്സിലായാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. അനാവശ്യ ചിലവുകൾ കുറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ തേടുകയും ചെയ്താൽ കൂടുതൽ പുരോഗതി കൈവരും. കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ കാണാം. അകന്നു നിന്നവർ വീണ്ടും അടുക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ മാറുകയും മനസമാധാനം വർദ്ധിക്കുകയും ചെയ്യും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കാതെ ശ്രദ്ധിക്കുക. ശരിയായ വിശ്രമവും നല്ല ഭക്ഷണവും പാലിക്കുന്നത് ഗുണം ചെയ്യും. ഈ തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന ആത്മീയ സന്ദേശം മറ്റൊന്നുകൂടിയാണ്. നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യം ഭഗവാന്റെ സമയമാകുമ്പോൾ അതിന്റെ പരിഹാരം സ്വാഭാവികമായി ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയൊരിക്കലും കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യവാതിൽ പതിയെ തുറക്കുകയാണ്. എന്നാൽ അതിനൊപ്പം നിങ്ങളുടെ പരിശ്രമവും ആത്മവിശ്വാസവും തുടരേണ്ടത് അത്യാവശ്യമാണ്. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. ഈ പുഷ്പം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രധാന സൂചനയും കാണാൻ സാധിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില ഭാഗ്യങ്ങൾ ഇതുവരെ വൈകിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി സാഹചര്യം പതിയെ മാറി തുടങ്ങും എന്നാണ് ഈ തൊടുകുറി നൽകുന്ന ആത്മീയ സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അവരിൽ ഒരാൾ നിങ്ങളുടെ മുന്നേറ്റത്തിന് കാരണമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പുതിയ ബന്ധങ്ങളെയും പുതിയ അവസരങ്ങളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക. തൊഴിൽ ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കാനും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു അവസരം ലഭിക്കാനും സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് മന്ദഗതിയിലായിരുന്ന കാര്യങ്ങൾ വീണ്ടും സജീവമാകുന്ന കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ആദ്യം ലഭിക്കുകയും പിന്നീട് അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് വളരുകയും ചെയ്യാം. അതിനാൽ ലഭിക്കുന്ന വരുമാനം വിവേകത്തോടെ കൈകാര്യം ചെയ്യുക. അനാവശ്യ കടബാധ്യതകളിൽ നിന്ന് കഴിയുന്നത്ര വിട്ടുനിൽക്കുക. കുടുംബജീവിതത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചില തെറ്റിദ്ധാരണകൾ മാറുകയും ഏറെ നാളായി സംസാരിക്കാതിരുന്ന ഒരാളുമായി വീണ്ടും നല്ല ബന്ധം ആരംഭിക്കുകയും ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ ഏറെ നാളായി ഒളിപ്പിച്ചു വെച്ച ഒരു സ്വപ്നമുണ്ട്. പലർക്കും അത് പറയാൻ പോലും മടിയുണ്ടാകാം. ആ സ്വപ്നത്തിലേക്ക് വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള സമയമാണിത്. ഒരു പ്രധാന മുന്നറിയിപ്പും ഈ തിരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. ചില പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അവ രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ആത്മീയമായി നോക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദിവസവും കുറച്ചു സമയം ഭഗവാനെ സ്മരിക്കുകയും നന്ദിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സമാധാനവും തീരുമാനങ്ങളിൽ വ്യക്തതയും നൽകും. അവസാനമായി ഈ പുഷ്പം നൽകുന്ന സന്ദേശം വളരെ പ്രത്യാശ നിറഞ്ഞതാണ്. ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കാൻ പോകുന്നത് ഒരു ദിവസം കൊണ്ടല്ല, എന്നാൽ ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങും. അതുവരെ വിശ്വാസവും ക്ഷമയും പരിശ്രമവും കൈവിടരുത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പുഷ്പമാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താമരപ്പൂവാണ്. ആത്മീയ വിശ്വാസങ്ങളിൽ താമര ശുദ്ധിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം പ്രത്യാശയും ആത്മവിശ്വാസവും നിറഞ്ഞതാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലായിരിക്കാം. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം വൈകിയിട്ടുണ്ടാകാം. ചിലപ്പോൾ എല്ലാം ഉപേക്ഷിക്കണമെന്ന് പോലും തോന്നിയിട്ടുണ്ടാകും. എന്നാൽ ആ കാലഘട്ടം പതിയെ മാറാൻ പോകുന്നുവെന്നാണ് ഈ തൊടുകുറി നൽകുന്ന ആത്മീയ സൂചന. നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കുന്നത് ഒരു വലിയ മാറ്റത്തിലൂടെയല്ല, മറിച്ച് ചെറിയ അനുഗ്രഹങ്ങളുടെ തുടർച്ചയിലൂടെ ആയിരിക്കും. ആദ്യം മനസമാധാനം ലഭിക്കും, പിന്നീട് നല്ല വാർത്തകൾ എത്തിത്തുടങ്ങും. അതിനുശേഷം ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ പുരോഗതി കാണാൻ തുടങ്ങും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ആശ്വാസം നൽകുന്ന ചില അവസരങ്ങൾ ലഭിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ, പഴയ കുടിശ്ശിക ലഭിക്കൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സഹായം ലഭിക്കൽ, ഇതുപോലുള്ള അനുഭവങ്ങൾ ചിലർക്കുണ്ടാകാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അവസരം വരാം. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വമോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ ക്ഷമയോടെ മുന്നോട്ടു പോയാൽ നല്ല പുരോഗതി കാണാൻ കഴിയും. കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും അടുക്കുവാനും വീട്ടിൽ ഐക്യവും സമാധാനവും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു പ്രധാന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല വ്യക്തിയുടെ വരവുണ്ടാകാം എന്നതാണ്. ആ വ്യക്തി ഒരു സുഹൃത്തോ ഗുരുവോ സഹപ്രവർത്തകനോ അല്ലെങ്കിൽ കുടുംബാംഗമോ ആയിരിക്കാം. അവരുടെ ഒരു വാക്കോ സഹായമോ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കാരണമായേക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ അവസരങ്ങളും ഒരുപോലെ നല്ലതായിരിക്കണമെന്നില്ല. അതിനാൽ ഏതൊരു തീരുമാനവും എടുക്കുന്നതിന് മുൻപ് ശാന്തമായി ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വിവേകത്തോടെ എടുത്ത തീരുമാനങ്ങൾ ദീർഘകാല നേട്ടങ്ങൾ നൽകും. ഈ പുഷ്പത്തിന്റെ ആത്മീയ സന്ദേശം ഇതാണ്: നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന അനുഗ്രഹം വൈകിയിരിക്കാം, പക്ഷെ അത് നഷ്ടപ്പെട്ടിട്ടില്ല. ശരിയായ സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തും.
രണ്ടാം നമ്പർ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ ഒരു തൊടുകുറി സൂചിപ്പിക്കുന്നത്. ഇതുവരെ അടഞ്ഞുകിടന്നിരുന്ന ചില വഴികൾ പതിയെ തുറക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ പുതിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം എത്തുന്നതിന് മുൻപ് ചെറിയ ചില പരീക്ഷണങ്ങൾ കൂടി നേരിടേണ്ടി വരാം. എന്നാൽ ഇത്തവണ നിങ്ങൾ തളരില്ല. കാരണം മുൻപത്തെ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കിയിട്ടുണ്ട്. അതാണ് ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. സാമ്പത്തികമായി നോക്കുമ്പോൾ പണത്തിന്റെ വരവും ചെലവും ഒരുപോലെ നിയന്ത്രിക്കേണ്ട സമയമാണിത്. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ചെറിയ വരുമാനങ്ങളെ നിസ്സാരമായി കാണരുത്. അവ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാം. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതുതന്നെ നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും. ജോലി അന്വേഷിക്കുന്നവർ ആത്മവിശ്വാസം കൈവിടരുത്. നിങ്ങൾ കാത്തിരിക്കുന്ന അവസരം പ്രതീക്ഷിച്ചതിലും അടുത്തായിരിക്കാം. കുടുംബത്തിൽ ഏറെ നാളായി സംസാരിക്കാതെ അകന്നുനിന്ന ഒരാളുമായിട്ട് വീണ്ടും നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. ക്ഷമിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഉള്ളവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയ തെറ്റിദ്ധാരണകൾ വലുതാക്കാതിരിക്കുക. തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ ബന്ധം കൂടുതൽ ശക്തമാകും. ഈ പുഷ്പം തിരഞ്ഞെടുക്കുന്നവരിൽ ചിലർക്ക് ഒരു യാത്രയുടെ യോഗവും കാണുന്നുണ്ട്. അത് ഒരു ക്ഷേത്ര ദർശനമാകാം, കുടുംബയാത്രയാകാം, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ യാത്രയാകാം. ആ യാത്ര നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും നല്ല അവസരങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. ആത്മീയമായി നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ മനസ്സിന് വലിയ ശക്തി നൽകും. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ചു സമയം ദൈവസ്മരണയ്ക്കായി മാറ്റിവെക്കുന്നത് മനസമാധാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ഒരു പ്രധാന നിർദ്ദേശം കൂടി: മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം കേട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന സന്ദേശം ഇതാണ്: ഭാഗ്യവാതിൽ തുറക്കാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. എന്നാൽ ആ വാതിലിലൂടെ നടക്കേണ്ടത് നിങ്ങളുടെ ധൈര്യവും പരിശ്രമവും കൊണ്ടാണ്. വിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് ഈ തൊടുകുറി ആത്മീയമായി സൂചിപ്പിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാം നമ്പർ പുഷ്പമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. ഭഗവാൻ നാരായണൻ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാം നമ്പർ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ പുഷ്പം ധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമായാണ് ആത്മീയ വിശ്വാസങ്ങളിൽ കണക്കാക്കപ്പെടുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളുകളായിട്ട് കാത്തിരുന്ന ഒരു മാറ്റം ഇപ്പോൾ പതിയെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. പലരും നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്ന തോന്നലും ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ അനുഭവിച്ച ഓരോ പരീക്ഷണവും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനായിരുന്നു എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ഒരു അവസരത്തിലൂടെയാകാം. ഒരു പുതിയ ജോലി, പുതിയ ബിസിനസ്, വിദേശ അവസരം, കുടുംബത്തിൽ സന്തോഷം നൽകുന്ന വാർത്ത, അല്ലെങ്കിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണം. ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നോക്കുമ്പോൾ പതിയെ സ്ഥിരത കൈവരും. ഇതുവരെ ഉണ്ടായിരുന്ന ചില സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കുറയുകയും വരുമാനത്തിൽ മെച്ചം അനുഭവപ്പെടുകയും ചെയ്യാം. എന്നാൽ പണം ലഭിക്കുന്നു എന്ന കാരണത്താൽ അനാവശ്യ ചെലവുകൾ വർദ്ധിപ്പിക്കരുത്. വിവേകത്തോടെ മുന്നോട്ടു പോവുക. കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും ബന്ധങ്ങളിൽ വീണ്ടും സ്നേഹവും വിശ്വാസവും വളരുകയും ചെയ്യും. അകന്നു നിന്ന ചിലർ വീണ്ടും നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു ആത്മീയ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം വൈകിയിട്ടുണ്ടെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. ദൈവത്തിന്റെ സമയം മനുഷ്യന്റെ സമയത്തേക്കാൾ വ്യത്യസ്തമാണ് എന്ന വിശ്വാസം ഓർമ്മിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സ്വയം കൂടുതൽ ശ്രദ്ധിക്കുക. ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുകയും മനസ്സിനെ അമിതമായ ആശങ്കകളിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നല്ല ആരോഗ്യം തന്നെയാണ് വലിയ ഭാഗ്യം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തരുത്. ഓരോ ദിവസവും ചെറിയ ഒരു മുന്നേറ്റം പോലും ഭാവിയിൽ വലിയ വിജയമായി മാറാം.
ഈ പുഷ്പം പറയുന്ന പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങൾ ജീവിതത്തിലെ പുതിയ അധ്യായത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. വിശ്വാസവും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ടു പോയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. 3-ാം നമ്പർ പുഷ്പം തിരഞ്ഞെടുത്തവർക്ക് ഈ തൊടുകുറി നൽകുന്ന അവസാന സന്ദേശം വളരെ പ്രത്യാശ നിറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളുകളായി അടഞ്ഞുകിടന്നിരുന്ന ഭാഗ്യത്തിന്റെ വാതിൽ ഇനി പതിയെ തുറക്കാൻ തുടങ്ങും എന്ന ആത്മീയ സൂചനയാണ് ഇത് നൽകുന്നത്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളായിരിക്കാം. എന്നാൽ അതേസമയം നിങ്ങളെ സഹായിക്കാൻ ആളുകൾ കുറവാണെന്ന തോന്നലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ അവസ്ഥ ഇനി മാറിത്തുടങ്ങും. നിങ്ങളുടെ ആത്മാർത്ഥത തിരിച്ചറിയുന്ന ചില നല്ല ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക മേഖലയിൽ വളരെ വലിയ ചൂതാട്ടപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ ചെറിയതും ഉറപ്പുള്ളതുമായിട്ടുള്ള മുന്നേറ്റങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ക്ഷമയോടെ മുന്നോട്ടു പോകുന്നവർക്ക് ദീർഘകാല നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം വരുമ്പോൾ പഴയ ഭയങ്ങൾ ഓർത്ത് അത് നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് വീണ്ടും പരാജയപ്പെടുമെന്ന് കരുതേണ്ടതില്ല. ഓരോ ദിവസവും പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. അവരുടെ അനുഭവങ്ങളും ഉപദേശങ്ങളും കേൾക്കാൻ സമയം കണ്ടെത്തുക. ചിലപ്പോൾ ഒരു ചെറിയ ഉപദേശം പോലും ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എളുപ്പമാക്കും. ആത്മീയമായി ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു സന്ദേശം നന്ദിയുള്ള മനസ്സോടെ ജീവിക്കുക എന്നതാണ്. ലഭിക്കാത്ത കാര്യങ്ങളെക്കാൾ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങളും വർദ്ധിക്കും. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ആത്മവിശ്വാസവും ഒരുപോലെ പ്രധാനമാണ്. പ്രാർത്ഥന മനസ്സിന് ശക്തി നൽകും. പരിശ്രമം ജീവിതത്തിന് ഫലം നൽകും. ഇവ രണ്ടും ഒരുമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ക്രമേണ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാമത്തെ പുഷ്പമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് രേഖപ്പെടുത്തുക. ലക്ഷ്മി ദേവി നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.